9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത അറിഞ്ഞിരിക്കണം മക്കളെ. നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നുള്ളതിന് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ രീതിയിലാണ് വന്നതെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ദിസ് ഇസ് ദ ന്യൂ ടൈം ടേബിൾ. ഇതാണ് പുതിയ നിങ്ങൾക്ക് വരാൻ പോകുന്ന ടൈം ടേബിൾ. ഇതിൽ മെയിനായിട്ട് മാറ്റങ്ങൾ സംഭവിച്ച് റെഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് എവിടെയെങ്കിലും എന്ത് ചെയ്യാവുന്ന സേവ് ചെയ്ത് വെക്കുക. ഇനി എന്തൊക്കെയാണ് മാറ്റം വന്നതെന്നുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കോമഡിയാണ് സത്യം പറഞ്ഞ കാര്യങ്ങൾ. ഒരാവശ്യമില്ലാണ്ട് അല്ല, ആവശ്യം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലല്ല ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പം നിങ്ങളിവിടെ കാണുന്ന 9ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ടൈം ടേബിളാണ്. ഇതിവിടെ ഉള്ളത് പുതിയ ടൈം ടേബിളാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് കമ്പാരിസൺ ചെയ്യാം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന്. അപ്പോൾ ഈ ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം ലാംഗ്വേജ് 1ൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പിടിച്ചിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ഡിസഡ്വാൻറ്റേജ് ആണ്. 40 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. മാനേജബിൾ ആയിരുന്നു, കാരണം ഫസ്റ്റ് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ ഒക്കെ പഠിക്കാൻ പറ്റും. അത് പഠിച്ചിട്ട് ഇംഗ്ലീഷും ഫിസിക്സും കൂടി ആക്കുമ്പോൾ 80 മാർക്കിന് ഒരു പരീക്ഷയും 40 മാർക്കിന് ഒരു പരീക്ഷയും രണ്ടും കൂടി ഒരു ദിവസം ആക്കി, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റ് ഐഡിയ, നല്ല ഐഡിയ ഒന്നുമല്ല. എന്നാലും ആ ഒരു മാറ്റം വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ മാറ്റം വരുന്നത് അതും കുറച്ച് കോമഡിയാണ്. ഈ കെമിസ്ട്രിയും ബയോളജിയും ആയിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നത്. അതിന് പകരം എന്ത് ചെയ്തു, ഈ സോഷ്യലും ബയോളജിയും കൂടി ഒരുമിച്ചാക്കി. വീണ്ടും 40 മാർക്കിന്റെ എക്സാംസ് ആയിരുന്നു, അത്യാവശ്യം ബാലൻസ്ഡ് ആയിരുന്നു. ആ ഒരു ദിവസം പഴയ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് 80-40 മാർക്കിന്റെ ഒരു ദിവസം കൊണ്ട് വെച്ചു, വിച്ച് ഇസ് ഓൾസോ നോട്ട് വെരി ഗുഡ് ഐഡിയ. എനിവേ, ഇതാണ് മാറ്റം വന്നത്. പിന്നെ ആർട്സും വർക്ക് എക്സ്പീരിയൻസും നിങ്ങൾക്ക് അവസാനത്തേക്ക് സെപ്റ്റംബർ 1 തട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ടൈം ടേബിൾ എൻ്റെ അഭിപ്രായത്തിൽ നോട്ട് ഗുഡ് ടൈം ടേബിൾ. പക്ഷേ അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പണി ചെയ്യണം. ഓക്കെ, നമ്മുടെ പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും, നമ്മുടെ A+ കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളിൽ എക്സാമിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലൂടെ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അതിന് മുൻപുള്ള ലൈവുകളിലും പങ്കെടുക്കണം. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ലൈവ് ഇവന്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, എല്ലാവരും പോയി കാണുക. അതിൽ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ സെറ്റാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ലൈവുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഫുൾ റിവിഷൻ ലൈവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കുറേ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി പഠിക്കുന്നതിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നത് ഫിസിക്സും ഇംഗ്ലീഷും അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യു ഹാവ് സ്റ്റഡി ലീവ്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞ മുതൽ നിങ്ങൾ തുടങ്ങേണ്ടി വരും. കാരണം ഇംഗ്ലീഷും ഫിസിക്സും വരുന്നുണ്ട്, അത് നന്നായി പഠിക്കേണ്ടി വരും. കൂടാതെ മാത്സും തൊട്ടടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ മാത്സും നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, റിവിഷനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് കെമിസ്ട്രി കുഴപ്പമില്ല, കെമിസ്ട്രി ഒറ്റയ്ക്കാണ് വരുന്നത്. സോഷ്യലും ബയോളജിയാണ്. അപ്പോൾ സോഷ്യലും ബയോളജിയിലും നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും നേരത്തെ പഠിച്ചു വെക്കണം. അല്ലാതെ മാത്സ് പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് സോഷ്യലും ബയോളജിയും കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സബ്ജക്ട്സും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, നേരത്തെ ഇനി പഠിച്ചു വെക്കണം. അത് അപ്പോൾ പോയി പഠിക്കാമെന്ന് വിചാരിക്കരുത്. എപ്പോഴും പഠിക്കാൻ പറ്റില്ല. ഈ സാറ്റർഡേ സൺഡേയും പഠിക്കാൻ പറ്റില്ല, ഫ്രൈഡേ സാറ്റർഡേ സൺഡേയും പഠിക്കാൻ പറ്റില്ല സോഷ്യലും ബയോളജിയും. കാരണം എന്താണ്, അവിടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും, ഫിസിക്സ് പഠിക്കാനുണ്ടാവും, മാത്സും പഠിക്കാനുണ്ടാവും. മനസ്സിലായി, അത്രയും പഠിക്കാനുള്ള സമയം അവിടെ ഉള്ളൂ. അപ്പോൾ സോഷ്യലും ബയോളജിയിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റെങ്കിലും, പ്രിഫറബിളി സോഷ്യൽ, കാരണം 80 മാർക്കിന്റെ പരീക്ഷയാണ്. അത് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതെങ്ങനെ പഠിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സ്റ്റഡി പ്ലാൻ ഇവന്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല, എല്ലാവരും കാണുക. അത് പ്രകാരം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലെ മാക്സിമം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ മാക്സിമം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, പ്ലസ് എക്സാമിൻ്റെ തലേന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻ ലൈവും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിലുള്ള ചോദ്യങ്ങളും കൂടി സെറ്റാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഓണം എക്സാം നമ്മൾ എത്ര മോശം ടൈം ടേബിൾ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തകർത്തിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.